രാവിലെ തന്നെ ന്യൂസ് പേപ്പറും വെച്ച് നടക്കണം. അത് ഇത്രയും പൊരി വെയിലെത്തും. അത് ഇത്രയും ചീട്ട സൈക്കിളും ഒന്ന് നല്ലൊരു കവാസ്കിയോ ബുള്ളറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പറന്ന് നടന്നിരുന്നു. വല്ല ന്യൂസ് പേപ്പറെല്ലാം കുഴപ്പമില്ല, ഞാൻ പറന്ന് നടന്നിരുന്നു. അല്ലെങ്കിൽ നല്ലൊരു ജോലി ഇതാ, സൈക്കിളായാലേക്ക് ഒരു കുഴപ്പമില്ല. അതും ആർക്കും തരാൻ വയ്ക്കണില്ല. ഇതന്നെ ചെയ്ത് അവസാനം ജീവിതം എൻ്റെ തീരുന്നൊക്കെ തോന്നുന്നു. ഒരു കാറെങ്കിലും ഓടിക്കണം നീ. ഇവിടെ ഒരു പുതിയ ഷോറൂം തുടങ്ങിയിട്ടുണ്ട്, കാർ ഷോറൂം. അങ്ങോട്ടൊന്ന് പോണക്കി പെട്ടെന്ന് എന്തെങ്കിലും നോക്കിയാലോ. അങ്ങനെ അവസാനം കടയിലെത്തി. ആ കടേൻ്റെ ആളെ കാണാനില്ലല്ലോ. വല്ല ജോലിയാണ്, പൈസ ശേഖരിച്ച് കിടക്കാമല്ലോ. ഇതാ ആരാ അവിടെ നിന്ന് ഓടി വരണേ? അതാണ് നല്ല പ്രീമിയം കാർസാട്ടോ. അതും ഫോർച്യൂണറൊക്കെ ഇവിടെ ഉള്ളത്. പ്രീമിയം ഫോർച്യൂണർ, താറൊക്കെ. ഈ എന്നോട് വെച്ചോക്കാം ഏട്ടാ. അവിടെ ഇല്ല നല്ല വണ്ടി. ഈ ഫോർച്യൂണറിനൊക്കെ എത്ര? ഫോർച്യൂണറിന് എത്ര? ഫോർച്യൂണറിന് ഒരു 50 ലാക്ക് വരും. നിനക്ക് എന്തായാലും മേടിക്കാൻ പറ്റൂല മോനെ. ആ താറ് പ്രീമിയം കാറാണ്. താറൊക്കെ എനിക്ക് മേടിക്കാൻ പറ്റൂല. വെറുതെ വേണ്ടാത്ത എനിക്ക് നിൽക്കണ്ട. അല്ലക്ക് മേടിക്കാൻ പറ്റും, ഞാൻ നോക്കാൻ വന്നതാ. കണ്ടി പൊയ്ക്കോ മര്യാദക്ക് പൊയ്ക്കോ ഇവിടുന്ന്. അല്ല പിന്നെ ഓൻ്റെ ആ ചേട്ടനെന്താ വയ്യ വെറുതെ ഇന്നെടുത്ത് അടിക്കണ്. ഒരു സ്വന്തം വണ്ടി എൻ്റെ ഈഗോ ആണ് വണ്ടി ഇളക്കിയത്. ഹലോ, രോഹിത്താണല്ലോ വിളിക്കണത്. രോഹിത് എന്താടാ വിളിച്ചത്? ഡെലിവറി ബോയിന്റെ എന്നാ ചേരണ്ടേ? രോഹിത്ത് ഉള്ളോണ്ടാ. ഞാൻ പെട്ടെന്ന് ഉറങ്ങട്ടെ, നാളെ എന്തായാലും ജോബിന് പോകണതല്ലേ. രോഹിത്ത് ഉള്ളോണ്ടാ, അല്ലെങ്കിൽ ഞാൻ പെട്ടേരുന്ന്. ഡ്രസ്സൊക്കെ രോഹിത്ത് ഒപ്പിച്ചെന്ന്, ബാഗും ഡ്രസ്സൊക്കെ. അവനെ ജോലി കിട്ടി അവസാനം. ഞാൻ പെട്ടെന്ന് ജോലിക്ക് പോട്ടെ. സൈക്കിൾ കൊണ്ട് ജോലിക്ക് പോണ്. നാണക്കേടാണെങ്കിലും എന്തായാലും ഡെലിവറി ബോയല്ലേ. അപ്പം എന്തായാലും നമുക്കൊരു വണ്ടി തരുമായിരിക്കും. എന്തായാലും സൈക്കിളിൽ തന്നെ കൊണ്ടുപോയിപ്പിക്കില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്നാണ് തോന്നുന്നതൊക്കെ. ചേട്ടനോട് ഡെലിവറി ബോയിന് ആവശ്യമുണ്ടോ? ഞാനാണ് പുതിയത് ഡെലിവറി ബോയ്. ഏട്ടാ. എൻ്റെ ആദ്യത്തെ ഡെലിവറി ആണ് ദൈവമേ. നല്ല പൈസ കിട്ടണേ. ഇന്ന് ടിപ്പ് അധികം മേടിക്കണ്ട. നല്ല ദൂരമുള്ള സ്ഥലം ടിപ്പ് മേടിക്കണ്ട. ഇപ്പോൾ ഇനിയുള്ള ദിവസം ടിപ്പ് മേടിക്കാം. നല്ല പൈസ കിട്ടണേ, സാലറി. അങ്ങനെ അവസാനം ഡെലിവറി ബോയിൻ്റെ ഇത് കഴിഞ്ഞ് ഇപ്പോഴൊന്ന് സമാധാനമായത്. ഞാൻ പെട്ടെന്ന് നമ്മുടെ സ്ഥലത്തേക്ക് പോട്ടെ. സ്ഥലത്തെത്തി. അല്ല എൻ്റെ സൈക്കിൾ ഓടിച്ചേട്ടാ. എന്തിനാ ആർക്കെടുത്ത്? ഞാൻ പറഞ്ഞില്ലല്ലോ കൊടുക്കാന്. സത്യമായിട്ട് പറയാ? താങ്ക് യു ചേട്ടാ, താങ്ക് യു. അങ്ങനെ ബൈക്ക് സ്വന്തമായിട്ട് കിട്ടി. ഇനി ഒരു കാറും സ്വന്തമാക്കണം. 2000 years later. അവസാനം ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ എത്തി. കാറ് ഓടിക്കണമെന്ന്. ഇവിടെ ഇല്ലേ ഈ ഫോർച്യൂണറിന് എടുക്കും. 50 ലാക്കല്ലേ ഫോർച്യൂണറിന്. അത് ഒരെണ്ണം ഞാൻ മേടിക്കുന്നുണ്ടേ. മോനെ മേടിച്ചോ? ഇതാട്ടോ പൈസ. പിന്നെ ഇവിടെ ഒരു ഏട്ടൻ ഉണ്ടായിരുന്നില്ല, ആ ഏട്ടനോട് പറഞ്ഞോ എൻ്റെ പേര് സ്പൈ ആണ് ഇവിടുന്ന് മേടിച്ചതെന്ന്.